ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരീഷിന് നീതുവിനെ വിവാഹം കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് സുധീഷ് വന്ന് ഉപദേശിക്കുന്നുണ്ട്. എടാ, നീ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ കുടുംബത്തിലെ പേരുദോഷം ഒന്നും കൂടെ മാറിക്കിട്ടും. ഒരാളും കൂടെ, ഒരു പെൺകുട്ടിയും കൂടെ ഇവിടെ കയറി വരുമല്ലേ, അത് നീ ആലോചിക്കണം. ഈ ഒരു അവസരം നീ മുതലാക്കണം ഹരീഷ് എന്ന് പറയാണ്. ഹരീഷാണെങ്കിൽ വല്ലാത്ത വിഷമിച്ചിട്ട്, സുധീഷേട്ടാ, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഈ പറയുന്നത്? നമ്മളെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയോ? നമുക്ക് മൂത്തതായിട്ട് നമ്മുടെ സുമേഷേട്ടൻ ഇവിടെ നിൽപ്പില്ലേ? അയാളുടെ കല്യാണം കഴിയാതെ നമ്മൾ പെണ്ണ് കെട്ടിക്കൊണ്ട് നടക്കുന്നത് ശരിയാണോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പോൾ സുമേഷേട്ടന് ആവുമ്പോൾ ആവട്ടെ. നീ ഇപ്പം നിനക്കിങ്ങനെ ഒരു അവസരം, അവൾ നിന്നെ തേടി ഇങ്ങോട്ടാണ് വന്നത്, അവളെ നീ വിട്ട് കളയരുത് ഹരീഷേ എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ടും കൊണ്ട് ഉടനെ നമ്മുടെ അച്ഛൻ ഭാസ്കരൻ അങ്ങോട്ട് വന്നിട്ട് പറയും, എടാ ഇവന് വട്ട, ഒരു പെണ്ണ് അവനെ തേടി ഇങ്ങോട്ട് വന്നിട്ട് അവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം അവൻ്റെ ചേട്ടനെ നോക്കിയിരിക്കുന്നു. എടാ, അവനാണെങ്കിൽ ഒറ്റക്കൊമ്പിലെ കുരങ്ങനെ പോലെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ സുമേഷ്. അവന് കല്യാണമൊന്നും നടക്കില്ല. അവൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ കാണുന്ന പെണ്ണുങ്ങളെല്ലാം അവൻ്റെ സഹോദരിമാരെന്നാണ് വിചാരം. ഇങ്ങനെയുള്ളവന് എവിടെയടാ പെണ്ണ് കെട്ടാൻ? നീയെങ്കിലും കെട്ടി നല്ലപോലെയൊക്കെ ജീവിക്കടാ എന്ന് പറയാട്ടോ. ഹരീഷിന് ദേഷ്യം വന്ന് അച്ഛനെ അടിക്കാനൊക്കെ പോവുകയാണ്. സുധീഷ് പിടിച്ചു മാറ്റുന്നത്, പോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ചേട്ടാ, ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ കുടുംബം ഇങ്ങനെ ഒരു ഏട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, ഇനിയിപ്പോൾ ഞാനും കെട്ടി. സുമേഷ് ഏട്ടൻ ഒരു ആലോചന വന്നാൽ എല്ലാവരും ചോദിക്കില്ലേ, ഏറ്റവും മൂത്ത ഏട്ടൻ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും പെണ്ണ് കെട്ടിയില്ലേ, അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ? അത് ഏട്ടൻ്റെ ഭാവി നമ്മളായിട്ട് എന്തിനെ തടസ്സപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഇപ്പം എനിക്ക് നീതുവിനെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ല. സമയമെടുത്താൽ എന്തെങ്കിലും ചെയ്യാം. എടാ, ആ കുട്ടിയെ നീ പറഞ്ഞ് തിരിച്ചു വിട്ടാലേ അവിടെ അവരെല്ലാവരും കൂടെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കില്ലേ? അതൊക്കെ ഞാൻ അവളോട് സംസാരിക്കാം. അവളുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കട്ടെ, എന്താ നോക്കട്ടെ. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാട്ടോ. ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ട് നമ്മുടെ നിധി കൊടുക്കുകയാണ് കേട്ടോ നീതുവിന്. അന്നേരം തന്നെ നീതു ഉടനെ നിധിയോട് ചോദിക്കുകയാണ്, അതെ, വെള്ളമല്ലോ ചായ, കോഫി നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നിധിയുടെ മുഖം ഇങ്ങനെ നോക്കുമ്പോൾ പറയാം, ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ, കോഫി കൊള്ളില്ലെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ, കൊള്ളാം, നല്ല ചായ. ആരാ ഉണ്ടാക്കിയത്? അപ്പോൾ നിധി പറയാനുണ്ട്, ഞാനാ ഉണ്ടാക്കിയെന്ന് ആദ്യം പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധി പറയാം, ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, സുമേഷ് ഏട്ടനാ, ഞാനും കള്ളം പറഞ്ഞതാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ നീതു ചോദിക്കുന്നുണ്ട്, എന്നെ ഹരീഷ് കല്യാണം കഴിക്കുമല്ലേ, എന്നെ കല്യാണമൊക്കെ നടക്കുമായിരിക്കുമല്ലേ എന്ന്. അപ്പം നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ നിനക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ, നീ പഠിക്കുമല്ലേ, ചെറിയ കുട്ടിയല്ലേ. ഞാൻ ചെറിയ കുട്ടിയോ? ആരാ പറഞ്ഞത്? ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ വലുതായി. പിന്നെ പഠിത്തം, അത് വീട്ടിൽ വെറുതെ ഇരിക്കാത്തതുകൊണ്ടിരിക്കാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ കോളേജിലൊക്കെ പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടൊന്നും അല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. എന്തായാലും പാവം. അതെ, ഇനിയിപ്പോൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്നോളാം, ഞാൻ ഇനി തിരിച്ചു പോവില്ല. എനിക്ക് അവിടെ എൻ്റെ അമ്മയുടെ ഏടൻ്റെ ഒന്നും അടിക്കൊള്ളാൻ വയ്യ, അവിടെ അടിയും ഇടിയും കൊണ്ട് ദേഹം മുഴുവനും അവിടെ ചതഞ്ഞിരിക്കുക എന്നിങ്ങനെ പറയാം. പാവം കുട്ടിയാണെന്ന് നിധിക്ക് തോന്നുക കേട്ടോ. നിധി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് എല്ലാവരോടൊട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം, അതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഇവരെ ഇങ്ങനെ പിടിച്ചിവിടെ നിർത്തിയെന്നാൽ കേസ് മാറും. പിന്നെ വീട്ടുകാർ വല്ല കേസും കൊണ്ടു കൊടുത്താൽ അത് അതിലും വല്ല പ്രശ്നമാവും. അതുകൊണ്ട് വിവാഹം നടത്തി കൊടുക്കുന്നതിന് നല്ലതെന്ന്. അങ്ങനെ ഹരീഷ് അകത്തേക്ക് വന്നിട്ട് പറയാം, എടുപിടി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വിവാഹം നടത്താൻ കഴിയില്ല, അതിന് വേറെ പല കാരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും നീതുമായിട്ട് സംസാരിക്കട്ടെ. കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവൾക്കും മനസ്സിലാവും. അങ്ങനെ അകത്ത് കയറി നീതുവിനോട് പറയാം, നീതു, നമുക്കൊന്ന് പുറത്തു വരെ പോവാം. എങ്ങോട്ടാ? എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണോ? ഇല്ല, നീ കൂടെ വാ. അങ്ങനെ കൊണ്ടുവന്ന ബാഗും കൂടെ എടുത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ സുധീഷും സുമേഷും ചോദിക്കുന്നുണ്ടാ, ബാഗ് കൊടുത്ത് നീ എങ്ങോട്ടാണ് പോണത്? പേടിക്കണ്ട, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്നും പറഞ്ഞുകൊണ്ട് പോവാം. ഇവർ നേരെ ഒരു കോഫി ഷോപ്പിൽ കയറി പരസ്പരം ഡ്രിങ്ക്സും എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഹരീഷ് നീതുവിനോട് പറഞ്ഞു, നീതു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടി, ഒത്തിരി ഇഷ്ടം. അത് കേൾക്കുമ്പോൾ നീതുവിന് സന്തോഷമാവും കേട്ടോ. അയ്യോ, എത്ര നാളായിട്ട് ഞാൻ കാത്തിരുന്നതാ, പലതവണ ഞാൻ നിൻ്റെ പുറകെ നടന്ന് ഐ ലവ് യു പറയുമ്പോഴൊക്കെ നീ അത് നിരസിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും നിൻ്റെ വായിന്ന് നല്ല രീതിയിൽ അത് കേൾക്കാൻ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയട്ടെ. അതെ, സന്തോഷമായി. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അത് കേട്ടതിന് ശേഷം നീക്ക് സന്തോഷമായോ എന്ന് നീ പറഞ്ഞാൽ മതി. എന്താണെന്ന് ചോദിക്കട്ടെ. അപ്പോഴാണ് പറയണത്, നമുക്കിപ്പോൾ എടുത്ത് ചാടി ഒരു വിവാഹം നടത്തുന്ന സാഹചര്യത്തിലല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് മൂത്തതായിട്ട് സുമേഷ് ഏട്ടൻ നിൽപ്പുണ്ട്. ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ശരിയാവോ?
എനിക്ക് സുമേഷേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴും സുധീഷ് നിധിച്ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴും സുമേഷേട്ടൻ ഇവിടെ കെട്ടാച്ചിറക്കായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു ആലോചന വന്നാലും ഇളയതുങ്ങളെല്ലാം കെട്ടി മൂത്താൾക്ക് എന്താ വിവാഹം നടക്കാത്തത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ് സുമേഷിൻ്റെ ഭാവി നഷ്ടപ്പെടും. നമുക്ക് കുറച്ച് കാത്തിരുന്നൂടെ നീതുവും ചോദിക്കാട്ടോ, നീ അത് മനസ്സിലാക്കണമെന്ന് പറയാം. നീതു നല്ല ബുദ്ധിപരമായിട്ടുള്ളൊരു കുട്ടി തന്നെയാണ്, അവൾ പറയുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല ഹരീഷേ, എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. സുമേഷേട്ടൻ്റെ വിവാഹം കഴിയുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. പക്ഷേ ഞാൻ നിന്നെ വിവാഹം കഴിക്കുള്ളൂ, നിനക്കും എന്നെ തന്നെ വിവാഹം കഴിക്കണം, കാത്തിരിക്കണം. ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നതും ശരിയല്ല. നിന്നെ ഞാനൊരു ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കട്ടെ? അത് വേണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പൊക്കോളാം. അവിടെ പോയാൽ ഇനി ഈ പേരും പറഞ്ഞ് നിന്നെ എടുത്തിട്ട് അടിച്ച് കൊല്ലത്തില്ലേ? ഇല്ലെന്നേ, അടി ഇടിയൊക്കെ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് കണ്ടും കേട്ട് സഹിക്കുന്നു. ഹരീഷിന് വേണ്ടിയിട്ടല്ലേ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. പിന്നെ എനിക്കൊരു ഫോൺ വാങ്ങിത്തരാവോ ഹരീഷേ? കാരണം അന്ന് എൻ്റെ ഫോൺ അടിച്ച് പൊട്ടിച്ച് അമ്മ കളഞ്ഞില്ല. അതിന് ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രം നീ എനിക്ക് വാങ്ങി തന്നാൽ മതി എന്ന് പറയാട്ടോ. അങ്ങനെ ഹരീഷ് അത് സമ്മതിക്കാം. ശരി, പറയുന്ന കാര്യങ്ങളെല്ലാം നീതുവിന് മനസ്സിലായി കേട്ടോ. അങ്ങനെ നീതു ഹരീഷിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ സ്വന്തം വീട്ടിൽ കൊണ്ട് ഇറക്കാണ്. അപ്പോഴാണ് അവിടെ നാട്ടുകാരെല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. ഇവളാരോടെ ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിട്ട് ചോദിക്കാനൊക്കെ വന്നു കേട്ടോ. അതൊക്കെ കണ്ടും കേട്ട് നിൽക്കുകയാണ്. അപ്പം തന്നെ നീതു പറയുന്നുണ്ട്, ഹരീഷേ എന്നെ നീ വീടിൻ്റെ ഫ്രണ്ടിൽ വിട്ടാൽ മതി, എന്തായാലും നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുകയല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നേരെ വീട്ടിൽ കൊണ്ടുപോവാട്ടോ. അവിടെ ചെന്ന് നീതു ഇറങ്ങി വരുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ചോദിക്കുന്നു, എടി നീ എവിടെ പോയതാ, നീ ആരോടെ ഓടിപ്പോയെന്നൊക്കെയാണല്ലോ ഇവിടെ ഉള്ളവർ പറയുന്നത്. അപ്പോൾ നീതു പറയാം, ഞാൻ ആരോടും ഓടിപ്പോയിട്ടില്ല, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബോയ് ഫ്രണ്ട്. ഞാൻ ഇവനെയാണ് സ്നേഹിക്കുന്നത് ഹരീഷ്, അവൻ എന്നെ സ്നേഹിക്കുന്നു, നമ്മൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഞാൻ അവൻ്റെ കൂടെ കറങ്ങാൻ പോയി, കറങ്ങിയിട്ട് ഇതാ തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അത് ശരി, കൊള്ളാലോ ഇവള്, എല്ലാവരും മുക്കത്ത് വിരൽ വെക്കുക കേട്ടോ. അങ്ങനെ അഖിലും അമ്മയും അച്ഛനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരാണ്. എടി ഒരുമ്പട്ടവളെ, നീ ഇവരോട് കറങ്ങാൻ പോയിട്ട് വന്നോ? എന്തിനാടി നീ തിരിച്ച് കയറി വന്നത്? എൻ്റെ വീടല്ലേ, ഞാൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്, ഹരീഷ് പൊക്കോ എന്ന് പറഞ്ഞ് ഹരീഷിനെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ഹരീഷ് വാങ്ങിക്കൊടുത്ത മൊബൈലും ഒക്കെ ആയിട്ട് നീതു നേരെ വീട്ടിലേക്ക് കയറി വരുവാണ്. അഖിലും അമ്മയും കൂടെ അങ്ങോട്ട് തുടങ്ങി, നാണം കെട്ടവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് കയറിയല്ലോ, നാണം ഉണ്ടോടി നിനക്ക്? അപ്പോഴേ ഇറങ്ങിപ്പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവനെ പോലുള്ളവന്മാരുടെ പോയാൽ പറ്റില്ലെന്ന്, അവൻ തിരിച്ചിവിടെ കൊണ്ട് വിട്ടിട്ട് പോയത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തൽ പോയാൽ. എന്നിട്ട് കുറേ അടിയും കൊടുക്കുകയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, മതി നിർത്തിക്കോ, ഇനി എൻ്റെ ദേഹത്ത് കൈ വെച്ചാലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരും. എന്ത് കാണിച്ചു തരാനാ? നിങ്ങളൊക്കെ ഇനി എത്ര തല്ലിയാലും കൊന്നാലും ശരി, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഹരീഷിന് വേണ്ടി കാത്തിരിക്കും. ഹരീഷിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അത് നിങ്ങൾക്കും അറിയാം, ദേ ഇപ്പം നാട്ടുകാർക്കും അറിയാം, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ തല്ലിയാൽ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീതു ആണെങ്കിൽ വീട്ടിനകത്ത് കയറി കഥ കടച്ചു കിട്ടോ. അപ്പോൾ ഇവിടെ അമ്മയ്ക്കും എല്ലാവർക്കും ദേഷ്യമായി, ഇവളെന്തിനകത്ത് കയറി കഥ കടച്ചത്, തുറക്കടി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുക, നീ ഇറങ്ങി വാടി ഇങ്ങോട്ട്, എന്നിട്ട് വേണം നിനക്ക് തരാമെന്ന് പറഞ്ഞു വലിയ കമ്പെടുത്ത് വെച്ച് നിൽക്കുകയായിട്ട് രണ്ടുപേരും കൂടെ. നീതുവിനാണെങ്കിൽ ഇറങ്ങാനും ഭയങ്കരമായിട്ട് പേടി, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരടിക്കും, അടി കൊള്ളാനും വയ്യ. അവസാനം എന്താ ചെയ്യുക, നിവർത്തിയില്ലാണ്ട് നീതു എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഹരീഷ് വാങ്ങിക്കൊടുത്ത ആ ഫോണിൽ നേരെ നമ്മുടെ വനിതാ പോലീസിനെ വിളിക്കുക കേട്ടോ, സ്റ്റേഷനിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഭയങ്കര പീഡനമാണ്, എൻ്റെ ഏട്ടനും അമ്മയും ഒക്കെ ചേർന്നിട്ട് എന്നെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ ദേവി, ഞാൻ അത് പേടിച്ച് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്, എനിക്ക് പേടിയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഒരു വീട്ടിൽ നടക്കുമ്പോൾ അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് നേരെ പോലീസ് വീട്ടിലേക്ക് വരും കേട്ടോ. ഈ സമയത്താണെങ്കിൽ കിളിക്കൂട്ടിൽ അവിടെ എല്ലാവരും ഇവരെ കാത്തു നിൽക്കുക, ഇവർ വന്നിട്ട് വേണം ഇവരുടെ വിവാഹം നടത്താനും രജിസ്റ്റർ ഓഫീസിൽ പോകാനും. കണ്ടില്ലല്ലോ ഇവരെവിടെ പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.